അണ്ടമ്മ അമ്മനുണ്ട പാപ്പനുണ്ട വെള്ളിച്ചനുണ്ട. ആ പാട്ടും പാടി ഇത് എവിടെ കറങ്ങി നടക്കണിത്? ഞാൻ ചെത്താൻ പോയതല്ലേ. ചെത്താൻ പോയെന്നോണ്ട് കള്ളും കൂടെ ഒന്നുമില്ലല്ലോ കയ്യില്. ആ ചെത്തലല്ല, പിന്നെ നമ്മുടെ വുമൻസ് കോളേജിന് മുമ്പിലൊന്ന് ചെത്താൻ പോയതാണ്. ഇക്കണക്കിന് പോയാൽ ഞാൻ ഈ ഷാപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഞാനും ചോദിച്ചോട്ടെ, ഇപ്പൊ ഇരിക്കുന്നിടത്ത് ഷാപ്പ് ഇരുന്ന് എന്താ കുഴപ്പം? നിന്താണ് കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോണത്. അതെ, ഞാൻ നിങ്ങളെ തല്ലാത്ത എന്താണെന്നറിയാവോ? ബഹുമാനം കൊണ്ടല്ലേ? ബഹുമാനം കൊണ്ടല്ല. അല്ലേ? ഒരൊറ്റ അടിക്ക് നിങ്ങൾ ചാകത്തില്ല, രണ്ടാമത്തെ അടിക്ക് നിങ്ങളോട്ട് ഇല്ലേ താനും. അടിക്കുന്ന അടിട്ട് 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 തല്ലല്ലേ ചേച്ചി, തല്ലല്ലേ. പെണ്ണുങ്ങളെ തേറി പിടിക്കുന്ന നല്ല പലാതി. ആഹാ, നിങ്ങൾ എന്താണ് ശിവാട്ട ഈ പെണ്ണുമ്പിള്ള തല്ലു വാങ്ങണത്? ഞാൻ വാങ്ങണതല്ലോ, അവള് തരണതല്ലേ. അവൾക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാണ്. ഈ ശിവന് വേറൊരു പേരുണ്ട്, എന്ത്? വാളയാർ പരമശിവൻ. അപ്പൊ ചേട്ടന് സ്പിരിറ്റ് ചേർത്താണ് ജോലി. എടാ സ്പിരിറ്റ് ചേർത്തൊന്നും അല്ലെന്ന്. ഒരു 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 6 വാളെങ്കിലും കയറി വെക്കും. അതുകൊണ്ട് നാട്ടുകാരുടെ പേരാണ് ഈ വാളയാർ പരമശിവൻ. അതൊന്നും മോനെ, ചേട്ടൻ ഛർദ്ദിച്ചു കഴിഞ്ഞാണ്ടല്ലോ അത് സൂക്ഷിച്ചു വെക്കും. എന്ത് വൃത്തിയുടെ അവിടെ നിന്ന് ആരെങ്കിലും ഛർദ്ദിച്ച് സൂക്ഷിച്ചു വെക്കും. നാളെ എനിക്ക് നിനക്ക് വാർത്ത വായിക്കാൻ അറിയില്ല, വിജ്ഞാനല്ല നിനക്ക്. ഇന്നാള് സ്പെയിനിലെ ടീ മംഗലം ഛർദ്ദിച്ചതിന് 30 കൊടുന്ന് കേട്ടല്ലോ. എന്റെ പൊന്നു മനുഷ്യ, ടീ മംഗലന്റെ ഛർദിക്ക് 30 കോടി എന്നല്ല, തിമിംഗലത്തിന്റെ ഛർദിൽ 30 കോടി എന്നാണ്. ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഒരു മനുഷ്യൻ. ഈ കരയിൽ ജനിച്ച വല്ല കടലിൽ പോയി ജനിച്ചാൽ മതിയായിരുന്നു. അതെ, പിന്നൊരു കാര്യം, ഇന്നത്തെ കള്ളുണ്ടല്ലോ ഭയങ്കര മോശം. അതിന് നീ ഇന്നത്തെ കള്ളു ഇവിടുന്ന് കുടിച്ചാ? നീ ഇല്ല. അപ്പൊ സിനിമ കാണാണ്ട് റിവ്യൂ പറയാൻ ഇറങ്ങിയേക്കാണ്. അല്ലാതെ നീ ആറാട്ടണ നീ. അങ്ങനെയും കുറെ ചോത്തന്മാരുണ്ട്. നീ എവിടെ വേറെ ചോത്ത? അങ്ങനെ ചേട്ടൻ പോയി ചേച്ചിയുടെ ആക്ടിങ് പൊടിച്ചിട്ടോ. പിന്നല്ല, നമ്മൾ തമ്മിലുള്ള ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ പുള്ളിക്കാരന് മനസ്സിലായിട്ടില്ല. ചേച്ചിന് ഈ വേഷത്തിൽ ചെല്ലുമ്പോ ഈ ടൈറ്റാനിക്കിലെ റോസ് ഓർമ്മ വരിക. തൈക്കാട്ടുശ്ശേരി റോസാ? തൈക്കാട്ടുശ്ശേരി റോസ് അല്ല, ടൈറ്റാനിക്കിലെ റോസ്. അതെ, ചേച്ചി ഇങ്ങനെ ഇങ്ങനെയാണടാ. ഒമ്പോ കറക്റ്റ് റോസ് തന്നെ. ഒന്ന് ചാക്കല്ല ജാക്ക്. അതെ, നമ്മുടെ ഈ ടൈറ്റാനിക് ചേട്ടനെങ്ങാനും കണ്ടുവന്നു കഴിഞ്ഞാണ്ടല്ലോ ഈ ടൈറ്റാനിക് ഇപ്പൊ ഇവിടെ മുക്കിക്കളയും. ശരിയാണല്ലോ. നീ കടം മേടിച്ച കാശ് ചോദിക്കുമ്പോ തിരിച്ചു തരാൻ നിനക്ക് ബുദ്ധിമുട്ട്. ദീപന് കടം കൊടുത്താ നിനക്ക് വേറെ പണിയിലടി. നിനക്ക് ആ കാശ കടലൊടുക്കാറുന്നില്ലേ? അങ്ങനെ ചിലപ്പോ 3-ാം പക്കല് തിരിച്ചു വരും. ഇത് ജന്മത്ത് കെട്ടൂല മോനെ. ചേട്ടന് പോഷകാരാണ് കുടിക്കോ? പോഷകാരല്ലേ? എടാ അതൊക്കെ പണ്ട്. ഇപ്പൊ ഇത് പോഷകാരാണ്. എന്റെ മക്കൾക്ക് ഞാൻ സ്കൂളിൽ കൊടുത്തു വിടണ ഇതല്ലേ ഇത്. ശരിയോ? ഇത് നമ്മൾ കാരണന്മാർക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണിത്. കാരണമൊക്കെ തുള്ളിത്തുള്ളിയാണ് കൊടുക്കുന്നത്. വിശക്കനവൻ ഒരു ഫുള്ള് വാങ്ങിച്ചു കൊടുത്തു വിട. ചേട്ടൻ അങ്ങനെ പറയാം. ഫുള്ളെങ്ങാനും മേടിച്ചു കൊടുത്തിട്ടേ ഈ മരിച്ചുപോയ കാരണന്മാരെ കരള് പോയി ഞാൻ ആര് സമ്മാനം പറയും? ഇതിനകത്ത് ഈ ചേടപ്പുണ്ടല്ലോ. മണിയനീച്ചാണോടാ? ഹലോ, പേരെന്താണ്? പേര് പറഞ്ഞില്ലേട്ടാ. പേര് ചോദിച്ചിട്ട് പറഞ്ഞില്ലേ? ഇല്ലെന്ന്. പേര് ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ അത് മണിയനിച്ചിരിക്കുന്നു. ഒരു കാര്യം ചെയ്തേ, ആ മണിയനെടുത്താ ഡെസ്കിന്റെ പുറത്തേക്ക് വെച്ചേ. എടാ അവന്റെ കെട്ടിറങ്ങുമ്പോ അവൻ പറഞ്ഞ അവന്റെ പാട്ടിന് കേട്ടോ. മെനകെട്ടം പോയി പണിക്ക് അവിടെ അവനോട് മാറ്റി കുടിക്കുന്ന വൃത്തികെട്ട ജന്മം. അവനെ കണ്ട പട്ടി വെള്ളം കുടിക്കില്ല. അങ്ങനെ മാറ്റി ചേട്ടൻ. അത് എന്നിട്ട് ഇപ്പൊ എവിടെയാണ്? അവനിപ്പോ അടുക്കളയിൽ പൊറോട്ടയ്ക്ക് മാവ് ഉടക്കാൻ നിൽക്കുന്നു. എന്ത് വൃത്തിയാണ് നിങ്ങൾ കാണിക്കുന്നത്? ഇത് വൃത്തികെട്ട ആൾക്കാരുണ്ടാക്കുന്ന പൊറോട്ട മനസ്സിലായിരുന്നു. അടിച്ചെന്റെ കിക്കും പോയി മനസ്സിലായി. അതെ, തലക്ക് പിടിക്കുന്ന പോലെ സാധനങ്ങളുണ്ട്. തലക്ക് പിടിക്കുന്ന സാധനമില്ല, പക്ഷെ തലയിൽ കുടുങ്ങുന്ന ഒരു സാധനം ഉണ്ട്. അതല്ല, തലക്ക് കിക്കാനുള്ള സാധനങ്ങളും. അങ്ങനെ വരട്ടെ. എടാ, ഞാൻ വയനാട്ടിൽ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്ന ഒരു സാധനം ഇവര് ഞാൻ പേരിട്ടിരിക്കുന്ന എസ്കേപ്പ്. ചേട്ടാ ഈ സാധനം അടിച്ചിട്ട് എങ്ങനെ വാസന്തലക്ഷ്മിയാവോ? വാസന്തലക്ഷ്മിയാ? കണ്ണു പോയിട്ട് ഇറക്കേണ്ടി വരുമോ? ചേട്ടത്തി ഞാൻ അടിച്ചാ നിനക്ക് വിശ്വാസമാവോ? ഒരു കുഴപ്പമില്ല. ലൈറ്റ് ഓഫ് ചെയ്താ അതിനിവിടെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല മനുഷ്യ. എന്റെ കണ്ണടിച്ചു പോയടി. കണ്ണടിച്ചു പോയി. ചേട്ടന്റെ കണ്ണടിച്ചു പോയെന്നാ തോന്നുന്നത്. ചേട്ടോ ശരിക്കും കണ്ടു പോയാ? ഹലോ ടെസ്റ്റിംഗ്. ഹലോ ഹലോ ഹലോ. കണ്ടാടാ പൊട്ടാ പോയത്. കണ്ണടിച്ചു പോയാ? അയ്യോ, എന്റെ ചേട്ടന്റെ കണ്ണടിച്ചു പോയേ. എനിക്കിനി ആരുണ്ടോ? എങ്ങനെ കരയാതിരിക്കും? എനിക്ക് ചിക്കൻ മതിയേ. ചിക്കൻ മതി? ചത്താ മതിയേ. ഞാൻ എങ്ങനെ കരയാതിരിക്കൂടാ? ഞാൻ എങ്ങനെ കരയാതിരിക്കും? നീ അത് പറ. സമാധാനപ്പെട്. ഞാൻ എങ്ങനെ സമാധാനപ്പെടാനാണ്ടാ?
സമാധാനപ്പെടും ചേച്ചി. എടാ ഈ ചേട്ടനില്ല എടാ ഈ ഫിലമെന്റ് പോയ ബൾബ് കൊണ്ട് ഞാൻ എങ്ങനെ ഇനി വെട്ടം കാണും? നീ അതൊന്ന് പറ. ഞാൻ എവിടെയെങ്കിലും പോയി ചാകാൻ പോവുകയാണ് പണ്ടാരം. അയ്യോ ആ ചേട്ടാ, ചേച്ചിനെ പോയി രക്ഷപ്പെടുത്തണ പോലെ. ആ ചേച്ചി ചാക്കാനെന്ന് പറഞ്ഞേ ആ റെയിൽവേ ട്രാക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട്. പൊട്ടാ പോയി രക്ഷപ്പെടുത്തണ. ആ ചേട്ടൻ പേടിക്കണ്ട, ചേച്ചി ഞാൻ രക്ഷപ്പെടുത്തിക്കൊണ്ട്. വാസന്തിയെ സുഖസാർ പോയോ? പോയില്ലേ? രക്ഷപ്പെട്ടു. ഇപ്പോഴാണ് ഞാൻ ശരിക്കും എസ്കേപ്പ് ആയത്. അപ്പൊ എല്ലാവർക്കും എന്റെ എസ്കേപ്പ്